നമസ്കാരം, നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു പ്രത്യേകം ഞാൻ അവതരിപ്പിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്. അദ്ദേഹത്തിൻ്റെ ശാരീരികമായ അവസ്ഥകൾ മോശമാണ്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പം മിക്ക കാര്യങ്ങളും സങ്കടകരമാണ്. നിങ്ങളൊന്ന് കേട്ടിട്ട് ഇതിനെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. നമ്മുടെ പ്രിയപ്പെട്ടവനെ സഹായിക്കും. നമസ്കാരം രഞ്ജിത്തെ. എന്താണ് രഞ്ജിത്തിന് പ്രധാനമായിട്ടും പറയാനുള്ളത്? പ്രധാനമായിട്ട് നമ്മുടെ ഹാൻഡിക്യാപ്പ് ആൾക്കാർ ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അവർക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്നും നമ്മളെ പഞ്ചായത്ത് വഴി എല്ലാം ഒരുപാട് സഹായങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതിന് പലരും പോകുമ്പോൾ അവരെ തട്ടി മാറ്റിക്കൊണ്ട് പല ഇതും ചെയ്യാണ് അവര്. എന്ന് വെച്ചാൽ വേണമെന്നല്ല, അർഹതപ്പെട്ടവനല്ല പലപ്പോഴും സഹായങ്ങൾ കിട്ടുന്നത്. മറ്റുള്ളവർക്കാണെങ്കിൽ കൂടുതലും അവര് പലരും മുൻതൂക്കം കണ്ടുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് അവകാശം. അപ്പൊ എന്തൊക്കെയാ നിങ്ങൾ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മറ്റാരെങ്കിലും സമീപിച്ചോ? പലപ്പോഴും നമ്മളെ ജില്ലാ ഇവിടെയാണ് പഞ്ചായത്തിലും നമ്മളെ ഒരു വണ്ടിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ അയച്ചു തന്നെ 2 തവണ അയച്ചു. 2 തവണ നമ്മളെ ഇവിടെ മാമനപുരം നമ്മളെ ബ്ലോക്കിൽ വിളിച്ച് എല്ലാം വെച്ച് തന്നു. പക്ഷേ അവര് പറയുന്നത് നമുക്ക് CP സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ സെർവൽ പാൽസി കുട്ടികൾക്ക് വണ്ടി അലോഡ് ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളതാണ് അവര് പറയുന്നത്. നമുക്ക് ബ്ലോക്കിൽ ആരെയൊക്കെയാ സമീപിച്ചത്? ആരെയാ സമീപിച്ചേ? ബ്ലോക്ക് മെമ്പറിന് ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് മെമ്പർ സമീപിച്ചോ? എന്നിട്ട് അവരെന്താ പറയുന്നേ? അവര് പറയുന്നത് നമ്മളെ കാറ്റഗറി അനുസരിച്ച് സെർവൽ പാൽസി CP എന്ന സർട്ടിഫിക്കറ്റില് നമുക്ക് വെഹിക്കിൾ ഫെസിലിറ്റി കൊടുക്കാൻ കഴിയത്തില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 4 വീലുള്ള വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ്. 4 വീലുള്ള വണ്ടി കിട്ടിയാൽ യാത്ര ചെയ്യാൻ കഴിയുമോ? യാത്ര ചെയ്യാൻ കഴിയും. അപ്പൊ അത് ലഭിക്കണം. ഇതുവരെ ആരെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല, തന്നിട്ടില്ല. അപ്പൊ അത് കിട്ടാനും കൂടി വേണ്ടി. ഇപ്പൊ ആരെയൊക്കെയാ നിങ്ങൾ നിലവിൽ സമീപിച്ചത്? നിലവിൽ നമ്മളെ ജില്ലാ പഞ്ചായത്തില് ഒരിക്കൽ സാറ് എന്നാ പറഞ്ഞേ, എന്താ നമ്മളെ പ്രസിഡന്റ് സാറിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മളെ പാർട്ടിയിലെ സഹാവുമായിട്ട് സമീപിച്ചു. നമ്മളെ ഡീറ്റെയിൽസ് കൊടുത്തായിരുന്നു. ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. അപ്പൊ എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ച് അത് അങ്ങനെ ഇവിടെ നന്ദിയുടെ പഞ്ചായത്തിൽ അത് അന്വേഷിച്ച് നന്ദിയുടെ പഞ്ചായത്തിൽ നിന്ന് അത് പേപ്പറുകളെല്ലാം പോയി വാമനപുരം ബ്ലോക്കിൽ പോയപ്പോഴ് അവിടെ ചെന്ന് നമ്മളെ വിളിപ്പിക്കുകയും ചെയ്തു. വണ്ടിക്ക് വേണ്ടി വിളിപ്പിച്ച് നമ്മളെ വീട്ടിൽ അവിടെ നിന്ന് ചെല്ലാൻ പറഞ്ഞു, ഹാജരാവാൻ പറഞ്ഞു. അതനുസരിച്ച് നമ്മൾ ഹാജരാവുകയും ചെയ്തപ്പോഴാണ് അവർ പറയുന്നത് അവന് ഈ സെർവൽ പാൽസി സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട്, അതായത് CP സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് ഇപ്പം നിയമം അനുസരിച്ച് വണ്ടി കൊടുക്കാൻ കഴിയത്തില്ല എന്നാണ് അവര് പറഞ്ഞത്. ഒരു സാധാരണക്കാരെ നിങ്ങൾക്കല്ലേ സത്യത്തിൽ ആ ഒരു വണ്ടിയുടെ ആവശ്യം? എത്രയോ അർഹതയില്ലാത്ത ഒരു 4 ചക്ര വാഹനം ഉപയോഗിക്കുന്നുണ്ട്. അതെ. അപ്പൊ നിങ്ങൾക്കാണ് കിട്ടേണ്ടത്. അതെ. ബ്ലോക്ക് പഞ്ചായത്ത് വാമനപുരം ബ്ലോക്ക് പഞ്ചായത്തിലാണോ? അപ്പോ ഞാൻ പോകുമ്പോ ഒരു ലേഡിയാണ് അവിടെ ഇരുന്നത്, മെയിൻ ഓഫീസറായിട്ട് ഒരു ലേഡിയാണ് ഇരുന്നത്. അപ്പൊ അവരാണ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തിട്ട് നമ്മളുടെ കാര്യം പറയുന്നത്. അവന് സെർവൽ പാൽസി സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് അവന് വണ്ടി കൊടുക്കാൻ പറ്റൂല, ഇതാണ് അവര് പറഞ്ഞത്. പിന്നെന്ത് ആർക്കാ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? നല്ല ഏബിൾ ആയിട്ടുള്ള ഒരാൾക്ക്. എന്നിട്ട് നമ്മള് ചോദിക്കുന്നത് അതിന് എബിലിറ്റി ഉള്ള ഒരാളാ നിങ്ങൾ, അതിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് നിങ്ങൾക്ക്. മുച്ചക്ര വാഹനം പണ്ടുണ്ടായിരുന്നില്ലേ? അത് ഞാൻ ഒരു ഓണ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടില്ല കണ്ടിട്ട് അദ്ദേഹം അവിടെ ഒരു എക്സിക്യൂട്ടീവ് ആയിരുന്നു. ഇവിടെ ഡെൻസ് യമഹ വാളിക്കോട് അവിടെ ഇത് എക്സിക്യൂട്ടീവ് ആയിരുന്നു, അവിടെ മാനേജറായിരുന്നു. നിനക്ക് ഇപ്പൊ എന്തായാലും ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, അപ്പൊ അതിന് കുറച്ച് ഫണ്ടൊക്കെ മാറ്റി അടയ്ക്കാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. അതാണ് കാരണം അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫണ്ടായിട്ട് അപ്പൊ ഒന്നും ചെയ്യാൻ ഉള്ള ഇതില്ലാത്ത ആളാണ്, പൈസ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളാണ്. അപ്പം അദ്ദേഹം എന്നെ
സഹായിക്കാൻ വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. കാരണം എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ചെയ്ത് തരാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാം പറഞ്ഞിട്ട് ചേട്ടൻ എന്നെ അവളെ കൊണ്ടുപോയി ഞാൻ ആദ്യം ഒരു 3000 രൂപ ക്യാഷ് കൊടുത്ത് ഒരാഴ്ചക്കകത്ത് വണ്ടി ഇറക്കി അത് മഹയുടെ വണ്ടിയായിരുന്നു. ആ വണ്ടി ഇറക്കി ഇവിടെ കല്ലമ്പാറ കൊണ്ടുപോയി പണിഞ്ഞു. കല്ലമ്പാറ ഒരു സ്ഥലത്ത് ഒരു വെൽഡറായിരുന്നു. അതും സെക്കൻഡ് ഹാൻഡ് സ്പെയറാണ് കയറ്റിയത്, ഫസ്റ്റ് ഒന്നും അല്ല കയറ്റിയത്. ഇതേപോലെ ഒരു വണ്ടിയിൽ എത്തുന്ന സാധനങ്ങൾ പൊളിച്ചപ്പോൾ ആ സാധനങ്ങളാണ് എൻ്റെ പുതിയ വണ്ടിയിലോട്ട് കയറ്റുന്നത്. കാരണം അത്രയ്ക്ക് ക്യാഷും കാര്യങ്ങളൊന്നും ഇല്ല. പുതിയത് ചെയ്യണമെങ്കിൽ 35,000 40,000 അത് എക്സ്ട്രാ ഫിറ്റിംഗ് മാത്രം ചെയ്യണം. അപ്പോൾ അത് കൊടുക്കാനില്ലെന്ന് വെച്ചിട്ട് ഞാൻ പഴയ സാധനങ്ങളാണ് എടുത്ത് വെച്ചത്. അപ്പോൾ അത് കുറച്ചുകൾ ഓടി. പിന്നെ 1 വർഷമൊക്കെ ആവണപ്പോൾ അത് 1 വർഷം ആയില്ല, അതിന് മുമ്പേ ഇതൊക്കെ പൊട്ടി വീഴാൻ തുടങ്ങി. നിങ്ങൾക്ക് എത്ര ശതമാനം ഡിസബിൾ സർട്ടിഫിക്കറ്റ് ഉണ്ട്? 50%. ഇപ്പൊ എന്താണ്, കാലുകൾ 2 നൂറില്ലല്ലോ? അല്ല, കാലുകൾ നൂറില്ല. അപ്പം നടക്കാനും കഴിയില്ല. അപ്പൊ എങ്ങനെയാണ് ജീവിക്കുന്നതൊക്കെ? വീട്ടു ചെലവുകളൊക്കെ എങ്ങനെയാ? പാടാണത്. പിന്നെ 1-2 കച്ചവടങ്ങളും കാര്യങ്ങളും നോക്കിയൊക്കെ പോകും. പിന്നെ ഫീൽഡ് വർക്ക് അങ്ങനെയൊക്കെ നോക്കി പോകും. ഇപ്പൊ ഉള്ള എങ്ങനെയാ ഉപജീവന മാർഗം നടക്കുന്നത്? ഞാനിപ്പോ പാലയുടെ കടയിൽ പോയിട്ട് ഒരു 50 ടിക്കറ്റ് എടുക്കും, ലോട്ടറി ടിക്കറ്റ്. അതും കൊണ്ട് ഓരോ കടകളിലും ഓരോ ചായക്കടയിലും ഓരോ സ്ഥലങ്ങളിൽ പോയിരിക്കും. ഇതിന് ചില സമയത്ത് ടിക്കറ്റ് തീരും, പക്ഷെ ചില സമയത്ത് തീരത്തില്ല. അങ്ങനെ ചായക്കടകളിലൊക്കെ ഇരുന്നിട്ട് ഈ ലോട്ടറി ഒക്കെ വിൽക്കുന്ന പരിപാടിയാണ്. അത് തട്ട് പോലും അല്ല. ഈ ലോട്ടറി വിൽക്കാൻ നിങ്ങൾക്ക് നടന്ന് വിൽക്കാൻ പറ്റുമോ സത്യത്തിൽ? പലപ്പോഴും പറ്റാറില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ എങ്ങനെയാ ഇതൊക്കെ വിറ്റിട്ട് വീട്ടിൽ അരി വാങ്ങിക്കണത്? ചിലപ്പോഴൊക്കെ ബാക്കി വരും ടിക്കറ്റ്. പിന്നെ മറത്ത് ടിക്കറ്റ് എടുക്കാൻ കൂടി ക്യാഷ് കാണത്തില്ല. അപ്പൊ ആരെന്തെങ്കിലും കടം വാങ്ങിക്കും. കടം വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? പലപ്പോഴും കഴിയാറില്ല. എന്നിട്ട് ടിക്കറ്റ് എടുക്കണ്ടാന്ന് വിചാരിക്കും കുറച്ച് നാളത്തേക്ക്. എന്നിട്ട് ആ കടം അങ്ങ് തീർക്കും. അപ്പോൾ പിന്നെ വരുമാനമില്ല. അങ്ങനെ നിൽക്കുകയാണ്. ചിലവുകൾ എല്ലാം മുട്ടും. പിന്നെ അതാവസ്ഥ. ആ കടം വാങ്ങിക്കുന്ന പൈസ തിരിച്ച് കൊടുക്കുമ്പോഴേ ആ പൈസ അങ്ങ് തീരും. പിന്നെ ലാഭവുമില്ല, മുതലുമില്ല. അങ്ങനെ അങ്ങ് തീർന്നു പോകും. അപ്പൊ ഈ 2 വടിയില്ലാതെ നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ? അതേ നടക്കാനൊന്നും പറ്റൂല, ഇതിലേ പറ്റുള്ളൂ. 2 വടിയും വേണം നടക്കാൻ, ഒരു വടിയിലും പറ്റൂല. അപ്പൊ വളരെ പ്രയാസപ്പെട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം എന്തോ? ഒരു വണ്ടി വേണം, ഒരു 3 വണ്ടി വേണം. 3 വണ്ടി വേണം. 3 വീലല്ലേ 4 വീലുള്ള വണ്ടി അല്ലേ? അതാണ് ആവശ്യം, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം. അപ്പൊ നമുക്ക് അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്താം. നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണിത്? നന്ദിയോട് പഞ്ചായത്ത്, തിരുവനന്തപുരം ജില്ലയിൽ നന്ദിയോട് പഞ്ചായത്ത്. നന്ദിയോട് പഞ്ചായത്തിൽ നിങ്ങൾ ഏത് വാർഡാ? 11. പക്ഷേ നിങ്ങളുടെ പേര് രഞ്ജിത്ത് അല്ലേ? ശിവരഞ്ജിത്ത്. ഓക്കെ. അപ്പം മറ്റു സഹായങ്ങൾ നമുക്ക് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഈ വീഡിയോ കൊണ്ടുവരാം. നിങ്ങൾക്ക് കിട്ടട്ടെ, ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി നമുക്കിവിടെ രഞ്ജിത്തിനോടൊപ്പം അദ്ദേഹത്തിനോടൊപ്പം ഇങ്ങനെ ഒരു മരച്ചുവട്ടിലാണ്. അദ്ദേഹം വളരെ വിഷമത്തിലാണ്. വികലാംഗനെ അദ്ദേഹത്തെ സഹായിക്കണം. നിങ്ങൾ നേരിൽ കാണണം. ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ ഈ വീഡിയോ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്തെത്തിച്ചാലേ കഴിയും, അല്ലാതെ എത്തത്തില്ല. അപ്പോൾ നമുക്ക് സഹായിക്കാൻ കഴിയുന്നുണ്ട്. എൻ്റെ വീഡിയോകളെല്ലാം അങ്ങനെയാണ്. നമുക്ക് ആരോരും ഇല്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെ ആവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങളേവരും ഓരോരുത്തരും നിങ്ങൾ വളരെ നല്ല കമഞ്ഞ സഹായം, സ്നേഹം പ്രിയപ്പെട്ട രഞ്ജിത്തിനോട് കാണിക്കണം. രഞ്ജിത്തിനെ മറ്റ് പലരോടും നമുക്ക് പരിചയപ്പെടുത്താനുണ്ട്. ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിൽ നമുക്കൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ കിട്ടിയെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്നൊക്കെ സ്കൂട്ടർ കിട്ടും, നമുക്ക് അപേക്ഷിക്കാനൊക്കെ കഴിയും. പിന്നെ എന്തെങ്കിലുമൊക്കെ നേരിൽ അറിയാവുന്ന ഒരു രഞ്ജിത്തിൻ്റെ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ, രഞ്ജിത്ത് ഇപ്പോൾ പോകുന്നത് തലയിലൊരു ഹെൽമെറ്റും വെച്ചിട്ട് ഇങ്ങനെ വണ്ടിക്ക് കൈ കാണിച്ച് കാത്തു നിൽക്കും. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തി കൊണ്ടുവരണം. അങ്ങനെയാണ് ഇന്ന് ഞാൻ സത്യത്തിൽ രഞ്ജിത്തിനെ കണ്ടത്. അല്ലേ രഞ്ജിത്തെ? ഇങ്ങനെയാ കണ്ട ഞാൻ അവിടെ നിന്ന് ഞാൻ ഫ്രണ്ടിൽ കൈ കാണിച്ചു, വണ്ടിയുടെ മുന്നിൽ കൈ കാണിച്ചു. അപ്പോൾ എന്നെ കൊണ്ടുവരികയാണ് ചെയ്തത്.
അപ്പോൾ അതുപോലെ നിങ്ങൾ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും കണ്ടാൽ രഞ്ജിത്തിനെ കണ്ടാൽ വണ്ടി നിർത്തുക, ഇതിനെ കട്ടിക്കൊണ്ടുവരിക. അദ്ദേഹം വണ്ടിയിൽ സുന്ദരമായിട്ടിരിക്കും, അപ്പുറം ഇപ്പുറം വടിയെടുത്ത് ഊന്നി ഇരിക്കും. വണ്ടിയിൽ കയറുന്നതൊക്കെ വളരെ കഷ്ടപ്പാടാണ്, എങ്കിലും നമ്മൾ വടി കളഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും ഒരു ആയുസല്ലേ ഉള്ളൂ. അപ്പോൾ ആ ആയുസിനിടയിൽ നമ്മൾ എന്തെല്ലാം കാണണം, എന്തെല്ലാം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആ സ്നേഹത്തോടെയൊക്കെ എൻ്റെ എല്ലായിടത്തും ഇടപെടാൻ പറ്റും. സ്നേഹം വിട്ട് നമ്മൾ ഇടപെടാൻ നമുക്ക് അറിയില്ല. എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാനലാണ്. സാധാരണക്കാരുടെ ശബ്ദമാണ്. ശബ്ദമില്ലാത്തവരാണ് സാധാരണക്കാർ, അവരുടെ ശബ്ദമാണിത്. അതുകൊണ്ട് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായ വിൻ്റർ ഹെവൻ ശരവണിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്ത് മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുക. നമസ്കാരം. ആവശ്യമില്ലാത്ത സമയത്ത് ഉടക്കുന്നത് ബാഗ് ഇടണമല്ലേ. ഈ വീഡിയോ വിൻ്റർ ഹെവൻ ശരവണൻ യൂട്യൂബ് ചാനൽ വഴി സംപ്രേഷണം ചെയ്യാൻ നിങ്ങൾക്ക് സമ്മതമാണോ? സമ്മതമാണ്. സമ്മതമാണല്ലോ. സമ്മതമാണ്. ഓക്കെ.